ഒരു ചെറിയ ഗ്രാമത്തിൽ ദയുള്ള ഒരു പെൺകുട്ടി കടലാസ് കഷ്ണങ്ങൾ കൊണ്ട് വിളക്കുകൾ ഉണ്ടാക്കി. ഒരു രാത്രി അവളുടെ വിളക്ക് കൊട്ടാരത്തിലേക്ക് ഒഴുകിവന്ന് രാജകുമാരന്റെ കണ്ണിൽ പെടുകയായിരുന്നു. അതിന്റെ വെളിച്ചത്തിൽ അവൻ ആകൃഷ്ടനായി. അവളുടെ ഹൃദയം വിളക്കിനേക്കാൾ തിളക്കമുള്ളതായി. എല്ലാ ദിവസവും രാവിലെ പാവപ്പെട്ട പെൺകുട്ടി മാർക്കറ്റിൽ കാട്ടുപൂക്കൾ വിറ്റു. പക്ഷേ ഒരു കൊടുങ്കാറ്റ് അവളുടെ കൊട്ട നശിപ്പിച്ചപ്പോൾ രാജകുമാരൻ അവളെ വീണ്ടും പൂക്കൾ ശേഖരിക്കാൻ സഹായിച്ചു. ഒരുമിച്ച് അവർ എന്നേക്കുമായി പൂക്കുന്ന ഒരു പൂന്തോട്ടം വളർത്തി. പെൺകുട്ടി അവളുടെ പഴകിയ ഷൂസിൽ തിളക്കമുള്ള നിറങ്ങൾ വരച്ച് സന്തോഷത്തോടെ നൃത്തം ചെയ്തു. രാജകുമാരൻ അവളുടെ നൃത്തം കണ്ടപ്പോൾ ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ കണ്ടില്ല, നിറങ്ങൾ നിറഞ്ഞ ഒരു ഹൃദയം അവൻ കണ്ടു. അവളുടെ നൃത്തത്തിൽ അവൻ അവളോടൊപ്പം ചേർന്നു. ഒരുമിച്ച് അവർ ലോകത്തെ സന്തോഷത്താൽ വരച്ചു. പൊട്ടിയ കുടയുമായി മഴയിൽ അകപ്പെട്ടപ്പോൾ പെൺകുട്ടി വിറച്ചു. രാജകുമാരൻ കടന്നുപോകുമ്പോൾ അവൻ തന്റെ രാജകീയ വസ്ത്രം പങ്കിട്ടു. ഒരുമിച്ച് അവർ ഊഷ്മളത കണ്ടെത്തി. എല്ലാറ്റിലും മികച്ച അഭയം സ്നേഹമാണെന്ന് തെളിയിച്ചു. ആ പെൺകുട്ടി ഒരു ചെറിയ മരപ്പെട്ടിയിൽ നിന്ന് സംഗീതം സൃഷ്ടിച്ചു. തെരുവുകളെ സന്തോഷം കൊണ്ട് നിറച്ചു. ആ സംഗീതം കേട്ട രാജകുമാരൻ ആ സംഗീതം കേട്ടു. അന്നുമുതൽ അവരുടെ ഹൃദയങ്ങൾ അതേ പാട്ടിലേക്ക് നൃത്തം ചെയ്തു. പെൺകുട്ടി തന്റെ മരത്തിൽ നിന്നുള്ള ആപ്പിൾ വിശക്കുന്ന കുട്ടികളുമായി പങ്കിട്ടു. അവളുടെ ദയ കണ്ട് രാജകുമാരൻ അവളുടെ അരികിൽ വിത്തുകൾ നട്ടു. അങ്ങനെ അവരുടെ സ്നേഹവും അവരുടെ പൂന്തോട്ടവും എന്നേക്കുമായി വളരും. ആ പെൺകുട്ടി ഡ്രിഫ്റ്റ് വുഡ് ഉപയോഗിച്ച് ചെറിയ ബോട്ടുകൾ നിർമ്മിച്ചു. അവയെ നക്ഷത്രങ്ങൾക്കടിയിൽ പൊങ്ങിക്കിടക്കാൻ സജ്ജമാക്കി. രാജകുമാരൻ അവളോട്